ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. മാമ്പറയ്ക്കൽ അഹമ്മദ് അലി അങ്ങനെ തൂക്കി. ഖലീഫ മൂവിയുടെ വിശേഷമാണ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനും വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഖലീഫ. ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോഴും ചിത്രീകരണം പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അതിൻ്റെ ടീസർ വന്നു, ട്രെയിലർ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും കൈയടിച്ച ഒരു ചിത്രമായിരുന്നു. ട്രെയിലർ അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ട്രെയിലറായിരുന്നു. പൃഥ്വിരാജിൻ്റെ നല്ല സ്റ്റൈലിഷ് ലുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആക്ഷൻസും മാത്രമല്ല അതിൻ്റെ ഗോൾഡ് സ്മഗ്ലിങ്ങും മറ്റുള്ള എല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു എൻ്റർടൈനർ സിനിമയാണെന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത ഒരു പക്ക മാസ് മസാല ചിത്രം, എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്നൊരു ചിത്രം എന്നുള്ളതിന് 100% ഉറപ്പായിട്ടാണ് വൈശാഖ ചിത്രം അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം പൃഥ്വിരാജ് അടിപൊളി സ്റ്റൈലിഷിലാണെങ്കിലും എല്ലാം ആണെങ്കിലും പൃഥ്വിരാജ് തൂക്കിയെങ്കിലും ആ സിനിമയിൽ നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേരുണ്ടായിരുന്നു. പണിക്കർ സാറെ എന്നൊക്കെ വിളിച്ച് ഇങ്ങ് തെക്ക് മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രെയിലറിൽ നല്ല അടിപൊളിയായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ട്രെയിലർ കഴിഞ്ഞു, എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആമിറിനേക്കാളും എല്ലാവരും തലയിൽ എടുത്ത എന്ന് വെച്ചാൽ പൊക്കിക്കൊണ്ട് പോയതും ആ ട്രെയിലർ തൂക്കിയതും മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്നുള്ള ആ പേരുമായിരുന്നു. കാരണം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും എന്നുള്ളതിന് 100% ഉറപ്പിലായിരുന്നു അവർ ആ ട്രെയിലറിൽ ആ കഥാപാത്രം സൃഷ്ടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രത്തെ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വേറൊന്നും നോക്കണ്ട, ആ പടം തൂക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ഈ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയും സൂപ്പറാവും, അതേപോലെ തന്നെ ആമിറും തകർക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ആരായിരിക്കും ആ റോൾ ചെയ്യുന്നതെന്നുള്ളതിന് എല്ലാ ചർച്ചകളും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടനായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം പുതിയ സിനിമകളൊക്കെ വരുമ്പം കാമിയോ സ്റ്റാറാണല്ലോ ലാലേട്ടൻ. കാമിയോ ഏത് പടത്തിലും പുതിയ പടത്തിലും അവർക്ക് ഇൻട്രസ്റ്റ് ഹിറ്റാക്കണം, അവർക്കൊരു 100 കോടി കിട്ടണം, അല്ലെങ്കിൽ 200 കോടി കിട്ടണം. ഫ്ലോപ്പായിട്ടിരിക്കുന്ന നടന്മാരൊക്കെ ഒന്ന് പൊങ്ങി വരണമെങ്കിൽ ലാലേട്ടൻ്റെ ഒരു മുഖമോ ഫോട്ടോയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സീനെങ്കിലും ആ പടത്തിൽ കാണിക്കണം എന്നുള്ളൊരു അവസ്ഥയായി മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു കാമിയോ സ്റ്റാറായ ലാലേട്ടൻ തന്നെയായിരിക്കും വരികയെന്ന്. അപ്പം അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ പൃഥ്വിരാജ് തന്നെ അത് പുറത്തു വിട്ടിരിക്കുന്നു. മാമ്പറയ്ക്കൽ അഹമ്മദ് അലി വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴേ ഈ ഖലീഫ എന്നുള്ള ചിത്രത്തിൻ്റെ വലിപ്പം മാറി, അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, ഭയങ്കര ബിസിനസ് നേടുന്ന ഒരു ചിത്രമായി മാറി. കാരണം ഉറപ്പായിട്ടും വലിയൊരു തോതിലുള്ള നിർമ്മാതാവിന് ഭാഗ്യം ചെയ്ത് ഒരു ബമ്പർ ഹിറ്റ് ആവാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. നല്ലൊരു വൈശാഖല്ലേ, നമുക്കൊന്നും നോക്കാനില്ലല്ലോ. നല്ല രീതിയിൽ ആ കഥാപാത്രത്തെയൊക്കെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പടം വേറെ ലെവലായിരിക്കും. നമുക്ക് ഈ സിനിമയുടെ മറ്റുള്ള സിനിമയുടെയൊക്കെ എല്ലാത്തിൻ്റെയും മറ്റു അപ്ഡേറ്റിന് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. മറ്റൊരു വീഡിയോ കാണാം.